അതിനെ കുറിച്ച്? ശരിയാണ്, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ പിന്നെ നാട്ടുപുറത്ത് വരുന്ന ആളുകളാണ്. കൂടുതൽ ഞങ്ങൾ അത്ര അപ്ഡേറ്റ് ആയില്ല, അങ്ങോട്ട് എത്തിയില്ല. പിന്നെ ലവ് മാരേജ് എന്ന് പറഞ്ഞാൽ ബിഫോർ മാരേജ് നമ്മൾ കുറെ പ്രേമിച്ചൊക്കെ നടക്കേണ്ടി വരും. അതിനൊക്കെ ഭയങ്കര എക്സ്പെൻസ് ആണ്. ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് ആണോ? എന്താ താല്പര്യം? ലവ് മാരേജിനോ താല്പര്യം? എന്താ അങ്ങനെ ഒരു മെയിനായിട്ട് തോന്നുള്ളത്? തീർച്ചയായിട്ടും വീട്ടുകാർ കണ്ടുപിടിച്ച് തരുന്നതിനെക്കാട്ടിലും അങ്ങനെയാണോ മനസ്സിലാക്കിയിട്ട് ഇപ്പൊ അങ്ങനെ ഇപ്പൊ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കിപ്പോ ലവ് വന്നിട്ട് അതിലൂടെ ലിങ്ക് റിലേഷൻഷിപ്പിലോട്ട് പോകുമ്പോഴത്തേക്ക് ആൾക്കാർ പറയുന്നുണ്ട് ഇപ്പം നമ്മൾ കുറച്ചാള് ഫോണിൽ കൂടെ ഉള്ള ബന്ധമല്ല, കുറച്ചാൾ 2 മാസമൊക്കെ ഒരുമിച്ച് താമസിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതലായിട്ട് അടുക്കാൻ പറ്റും. അങ്ങനെ ഒരു കൾച്ചർ ഇപ്പൊ ഇന്ത്യയിൽ വരുന്നുണ്ട്. നമ്മൾ പല കൾച്ചറും യൂറോപ്പിൽ നിന്നൊക്കെ ഇങ്ങോട്ട് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒരു കൾച്ചറും ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ എന്താ അഭിപ്രായം? ലിവിംഗ് റിലേഷൻഷിപ്പിനെ കുറിച്ച് വേണ്ടവർക്ക് ചെയ്യാം, ഇഷ്ടമുള്ളവർ അങ്ങനെ ജീവിക്കുന്നതുകൊണ്ട് തെറ്റും പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ. ഓക്കെ, എന്താ ഏതിനാ താല്പര്യം? ലവ് റിലേഷൻഷിപ്പ് എന്തിനോട്? കമ്മിറ്റഡ് ആണോ? അല്ലല്ല. അപ്പൊ കമ്മിറ്റഡ് അല്ലാത്തവർക്കാണ് കൂടുതലായിട്ട് ലവിനെ കുറിച്ച് പറയാൻ കാണുന്നത്. തീർച്ചയായിട്ടും അങ്ങനല്ലേ? പറയാനുള്ളത് ഏതിനോടാ താല്പര്യം കൂടുതലായിട്ട് തോന്നുന്നില്ല? അറേഞ്ച്ഡ് മാരേജിനോട് ഈ 2 കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കുക അതിനോടൊക്കെയാണോ താല്പര്യം? അതോ നമ്മളായിട്ട് ഒരാളെ കണ്ടുപിടിച്ച് നമ്മുടെ പാർട്ട്ണറെ കണ്ടുപിടിച്ച് സെക്യൂർഡ് ആയിട്ട് അങ്ങനെ പോകുന്നതിനോടാണ് നമ്മളായിട്ട് തന്നെ പോവുക? അതിനോടാണ് ഇപ്പൊ ലവിനോടാണ് കൂടുതൽ താല്പര്യമായിട്ട് വരുന്നത്. ഓക്കെ, എന്താ പറയാനുള്ളത്? പറഞ്ഞു, എന്താ പറയാനുള്ളത്? എന്തിനോട്? ലവ് മാരേജ് ആണ്? അറേഞ്ച്ഡ് മാരേജിനോട് അത്രയ്ക്ക് താല്പര്യക്കുറവാണ്? എന്തെങ്കിലും പേഴ്സണലി റീസൺ കാണുമല്ലോ നമുക്ക്, എന്താ തീർച്ചയായിട്ടും. അപ്പം ലവ് മാരേജ് ആണോ ലിവിംഗ് റിലേഷൻഷിപ്പ് ആണോ താല്പര്യം? എന്തിനാണ് കൂടുതലായിട്ട് ഇച്ചിരൂടെ കംഫർട്ടായിട്ട് തോന്നുന്നത്? എന്ത് കാര്യത്തിലും ലവ് മാരേജിലായിട്ടാണ്. ഓക്കെ, എന്താണ് മീൻസ് അറേഞ്ച്ഡ് മാരേജിനോട് അത്ര വലിയ താല്പര്യമില്ല? കാരണം അറേഞ്ച്ഡ് മാരേജ് ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് കണ്ട് ചിലർ പറയുന്നുണ്ട് ഈ 2 കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കുക, അതിനൊക്കെയാണ് ആൾക്കാർ മെയിനായിട്ട് അറേഞ്ച്ഡ് മാരേജ് ആണ് ഉദ്ദേശിക്കുന്നത്. ലവ് മിക്കപ്പോഴും ഫ്ലോപ്പ് ആയി പോകുന്നുണ്ട്. അതിനെ കുറിച്ചൊക്കെ എന്താ അഭിപ്രായം? ഇല്ല. ലവിലൂടെ വന്നിട്ട് ഈ ഒരു ലിവിംഗ് റിലേഷൻഷിപ്പിനോട് അതിനോടൊക്കെ താല്പര്യമുണ്ടോ? ഇല്ല. കല്യാണം കഴിക്കുക, ലവ് ചെയ്യുക, പിന്നെ വീട്ടുകാരറിഞ്ഞ് കല്യാണം കഴിക്കുക, അങ്ങനെ ഒരു ഇതിനോടാണ് താല്പര്യം. പിന്നെ ഓക്കെ, എന്താ പറയാനുള്ള പറ. കറന്റ്ലി ഇപ്പൊ കമ്മിറ്റഡ് ആണോ? എന്തെങ്കിലും പുതിയ പ്ലാൻ ഉണ്ടോ? എന്താ? കമ്മിറ്റഡ് അല്ല. ഓക്കെ, അപ്പം കമ്മിറ്റഡ് അല്ലാത്തവർക്കാണ് ലവിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാനുണ്ടായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനല്ലേ? ഇപ്പൊ എന്താ പറയാനുള്ളത്? പറ, ലവ് റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ കോൺസെപ്റ്റ് കാണുമല്ലോ മനസ്സിലെന്തെങ്കിലും ഒക്കെ. ലവ് ആണോ താല്പര്യം അതോ അറേഞ്ച്ഡ് മാരേജ് ആണോ താല്പര്യം? എന്താ ലവ് മാരേജ് ആണ് താല്പര്യം. ഓക്കെ, ലിവിംഗ് റിലേഷൻഷിപ്പിനോടൊക്കെ എതിർപ്പാണോ? അതായത് നമ്മളിപ്പോ ഈ ഒരു യൂറോപ്യൻ കൾച്ചർ ഇങ്ങോട്ട് അഡോപ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഇല്ല താല്പര്യമാണ്. ഓക്കെ, അതുകൊണ്ടിപ്പം പലരും ഇപ്പൊ അതിനെ കുറിച്ച് തെറ്റ് പറയുന്നുണ്ട്. പോയിട്ട് അങ്ങനൊന്നും ഇല്ല. ഈ ഓർത്തഡോക്സ് മൈൻഡ് ചിന്തിക്കുന്നവരോടൊക്കെ ഇപ്പൊ എന്താ പറയാനുള്ളത്? അത് അവരുടെ ചിന്താഗതി, നമ്മുടെ തീരുമാനം, അങ്ങനെയാണ്. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തില് ലവ് മാരേജ് ആണോ ലിവിംഗ് ടുഗദർ ആണോ നല്ലതായിട്ട് തോന്നുന്നത് അവരുടെ അഭിപ്രായത്തില്? അറേഞ്ച്ഡ് മാരേജ് ആണ്. അത് ഓപ്ഷൻ ഇല്ല. ലവ് മാരേജ്, ലിവിംഗ് ടുഗദർ, അറേഞ്ച്ഡ് മാരേജ്. ഓക്കെ, ഈ ഒരു 3 ഓപ്ഷനിൽ എന്തായിരിക്കും ബ്രോയ്ക്ക് കൂടുതൽ ഫേവറായിട്ട് തോന്നുന്നത്? അറേഞ്ച്ഡ്. എന്താ കാരണം എന്താണ്? കാരണം ഈ ഇപ്പൊ 2 കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കുക ആ ഒരു ഭാവം കൊണ്ടൊക്കെ മാത്രമാണോ? പിന്നെ ലവ് മാരേജ് എന്ന് പറഞ്ഞാൽ ബിഫോർ മാരേജ് നമ്മൾ കുറെ പ്രേമിച്ചൊക്കെ നടക്കേണ്ടി വരും. അതിനൊക്കെ ഭയങ്കര എക്സ്പെൻസ് ആണ്. ആഫ്റ്റർ മാരേജ് എക്സ്പെൻസ് അതെന്തായാലും വരുമല്ലോ. ലവ് മാരേജ് ആയി ഇനി അറേഞ്ച്ഡ് മാരേജ് ആയി എക്സ്പെൻസ് സെയിം ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പൊ ലിവിംഗിനോടൊക്കെ അതിനോട് താല്പര്യമില്ല. ഓക്കെ, എന്താ പറയാ? അതന്നെ യൂറോപ്യൻ കൾച്ചറാണ്, നമ്മുടെ കേരളത്തിന്റെ കൾച്ചറിന് ചേർന്നതല്ല. അതിന് ഞാനത് പിന്നെ എതിർക്കുന്നില്ല. നമ്മളെ കേരളത്തിന്റെ പൈതൃകം പറയില്ല കേരളത്തിലെ കൾച്ചർ. പക്ഷെ നമ്മൾ പലരും ഇങ്ങോട്ട് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അതുകൂട്ട് ഇപ്പൊ പലരും ഈ ഒരു സിസ്റ്റത്തെ അഡോപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ചിലര് പറയുന്നുണ്ട് ഇപ്പൊ നമ്മള് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് 2 മാസം 3 മാസം ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഫോണിൽ കൂടെ ഉള്ള കൂട്ടല്ല, ജീവിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാൻ പറ്റും. അതിനുശേഷം നമ്മളൊരു ജീവിതം തുടങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടെ അഡ്ജസ്റ്റബിൾ ആയിട്ട് പോകാൻ പറ്റുമെന്നൊക്കെ
അതിനെ കുറിച്ച്? ശരിയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ പിന്നെ നാട്ടുപുറത്ത് വരുന്ന ആളുകളാണ്. ഓക്കെ. ഞങ്ങൾക്ക് കൂടുതൽ ഞങ്ങൾ അത്ര അപ്ഡേറ്റ് ആയില്ല, അങ്ങോട്ട് എത്തിയില്ല. അങ്ങോട്ട് പയ്യെ പയ്യെ വരുന്നേ ഉള്ളൂ. അങ്ങോട്ട് വരും. പയ്യെ വരുന്നേ ഉള്ളൂ. ഭാവിയിൽ ഒരു ലിവിങ്ങിനോടൊക്കെ താല്പര്യമുണ്ടോ? എനിക്കോ ആ ഇങ്ങനെയൊക്കെ പോയാ പോരെ. ഞാൻ എന്തിനാ വില എടുത്ത് വെക്കുന്നത്? നല്ല ഇന്നലെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, പ്രയാസങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, കുടുംബ ബന്ധം നല്ല രീതിയിൽ പോവുക, ഓക്കെ. കലഹങ്ങളെല്ലാം നിൽക്കുക, പരസ്പരം മനസ്സിലാക്കിയിട്ട് പരസ്പരം അണ്ടർസ്റ്റാൻഡിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ഭയങ്കര പീസ് മൈൻഡഡ് ആണ് ആള്. ആ കല്യാണത്തിന് മുമ്പ് എങ്ങനെയാണോ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ചാനലിന്റെ പേര് ഞങ്ങളുടെ സിനി ലാബ്. സിനി ലാബ്. സിനി ലാബ്. ചാനൽ ആശംസകൾ നേരെയാണ്. താങ്ക് യു. ഓക്കെ, നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഓക്കെ.